വയനാട് ദുരന്തത്തിന്റെ കണക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയിട്ടും കേരളത്തെ കേന്ദ്രം കുറ്റപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി പച്ചക്കള്ളം. ബിജെപിക്ക് കേരളത്തെ അംഗീകരിക്കാൻ കഴിയില്ല, കാരണം കേരളം ബിജെപിയെ അംഗീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. അതോടൊപ്പം തന്നെ കാസർഗോഡ് കാറ്റാടിയിൽ നടന്ന പരിപാടിയിലും മുഖ്യമന്ത്രി ഇതേ വിഷയം ഉന്നയിച്ചിരുന്നു. വയനാട് ദുരന്തത്തിൽ സാമ്പത്തിക സഹായം നൽകാതെ കേന്ദ്രം പകപോക്കൽ നിലപാട് സ്വീകരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ്, നീതി നിഷേധിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ആ വാക്കുകളൊന്ന് കേട്ടുവരാം. കേന്ദ്ര ഗവൺമെന്റ് കടുത്ത രീതിയിലാണ് ഒരു പകപോക്കൽ രീതി പോലെ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാനായി സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, വയനാട് ദുരന്ത നിവാരണത്തിനായി കേന്ദ്രം ആവശ്യമായ തുക നൽകിയില്ല എന്നുള്ളൊരു വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. അതേസമയം കൃത്യമായ കണക്ക് കേരളം നൽകിയില്ല എന്നുള്ളൊരു കാര്യം മറുവശത്ത് നിൽക്കുന്നു. അതിൽ ഹൈക്കോടതി ഉൾപ്പെടെ രൂക്ഷ വിമർശനം വന്നതുമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേന്ദ്രത്തിനെതിരെ പൊതുവേദികളിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന മുഖ്യമന്ത്രി വീണ്ടും അത് അനക്കിപ്രവർത്തിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാസർഗോഡ് ഉണ്ടായിരുന്ന കാറ്റാടിയിലും അതുപോലെ തന്നെ ചീമേരിയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതിൽ അമിത്ഷാ പാർലമെന്റിൽ നൽകിയ മറുപടി പച്ചക്കള്ളമാണെന്നും കൃത്യമായ കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു കണക്ക് കേന്ദ്രം തയ്യാറാക്കി നൽകിയിരുന്നെന്നും ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി നൽകാൻ സാധിച്ചിരുന്നു എന്നുമാണ് പറയുന്നത്. എന്നാൽ കേരളത്തെ കുറ്റപ്പെടുത്താനും വന്ന ഒരു കൂട്ടരുടെ ശ്രമം കേന്ദ്രത്തിന് ഒരു കാലത്തും കേരളത്തിനെ സഹായിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. കാരണം ബിജെപി നേതൃത്വം ഒരിക്കലും കേരളത്തിനെ ഒരു സംസ്ഥാനമായി അംഗീകരിച്ചിട്ടില്ല, കേരളീയരെ ഇന്ത്യക്കാരായി അംഗീകരിച്ചിട്ടില്ല. ഈ നാട് തുലഞ്ഞു പോയാലും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു നിലപാടാണ് ബിജെപി ഗവൺമെന്റിനോട്. ഒരു ചുള്ളിക്കാശ് പോലും ഇതിനെ തരാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബിജെപിക്ക് ഇതുവരെയും കേരളത്തെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണം കേരളം ഇതുവരെയും ബിജെപിയെ രാഷ്ട്രീയ കക്ഷിയായി അംഗീകരിച്ചിട്ടില്ല എന്നത് ജാഗ്രത മറച്ചുവെക്കാനാണ് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം തെളിയിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ.